എന്താ എന്താ ചേച്ചിയുടെ ഉദ്ദേശിച്ചത്? അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സൗന്ദര്യം അല്ലേ? ഇതിനൊക്കെ ഭയങ്കര പൈസ ആവില്ലേ ചേച്ചി? പൊതുവെ ഇങ്ങനെയുള്ള അതുണ്ടെന്ന് പറഞ്ഞാൽ മതി. സന്തോഷം. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാൽക്കണിയിലേക്ക് എത്തും. ഇവിടെ ആക്ച്വലി നമ്മളൊരു ബാറൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അതെന്താ? ഇനിയിപ്പൊ എന്റെ കുറെ ട്രോഫികൾ വെക്കാനുണ്ട്. ഓ അങ്ങനെ മിനി ബാറിന് പോലെ ട്രോഫി വെക്കാന്ന് എന്റെ അമ്മേ. ആ ഒരു നന്മയെ നിങ്ങൾ കാണാതിരിക്കരുത്. ഓക്കെ, ഇവിടെ നമുക്ക് വന്നിരുന്ന് എന്ത് വേണമെങ്കിലും കുടിക്കാം. വൈകുന്നേരം ചായയോ ജ്യൂസോ അതെ എന്ത് വേണേലും കുടിക്കാം. നല്ല രസമുള്ള ഏരിയ. ഇങ്ങനെ ചേച്ചി ബാൽക്കണി ഇത്രയും സ്പേസ് വേണം എന്നൊക്കെ പറഞ്ഞ് ആണോ ചേച്ചി ഈ വീട് പണിയാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ റിക്വയർമെന്റുകൾ എന്തൊക്കെയായിരുന്നു? തുറന്ന വീടായിരിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ബെഡ്റൂമിന് മാത്രം മതി ഭിത്തി, ബാക്കി എല്ലായിടം തുറന്ന് കിടക്കണം എന്ന് പറഞ്ഞു. അത് ശരി. പിന്നെ കഴിയുന്നതും വലിയ വിൻഡോസ് വെക്കണം. ഇങ്ങനെ ലൈറ്റ് ഇട്ടില്ല, ഈ ഫ്രഞ്ച് വിൻഡോ പോലെ ഇങ്ങനെ വലിയ വിൻഡോ വേണം. എനിക്കിങ്ങനെ നിറയെ കാറ്റും വെളിച്ചം കേറണം. പിന്നെ പിന്നെ എന്റെ ബെഡ്റൂമിന് വലിയ ഗ്ലാസ് ഡോർ വേണമെന്നുണ്ടായിരുന്നു. അത് ബെഡ്റൂം നമ്മളങ്ങ് എത്തിയിട്ടില്ല, നോക്കണം. പിന്നെ എന്റെ ബെഡ്റൂമിൽ നിന്നും എനിക്കൊരു കുഞ്ഞു ബാൽക്കണി വേണമായിരുന്നു. അതൊക്കെയായിരുന്നു ആഗ്രഹം. ഇത്രയും കാര്യങ്ങൾ. പിന്നെ അവിടെ കളർ ടോൺ വൈറ്റും യെല്ലോയും. അതിലൊക്കെ ആ ചെറുക്കം കൊണ്ടുവന്നൊരു ഇച്ചിരി ആശ വെച്ചതുകൊണ്ട് അതിനൊരു എസ്തറ്റിക് ബ്യൂട്ടി ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. ഇതൊക്കെ ചേച്ചി എന്റെ സ്കൂളിലെ പിള്ളേർ, നമ്മുടെ സ്കൂൾ മേറ്റ്സ് ഇല്ലേ, അവര് മേടിച്ചു തന്നതാ. ഓ അത് ശരി. എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഒരു സൗന്ദര്യം. ഓക്കെ, ഇതൊരു ഓപ്പൺ ടെറസ്. ഓ അത് ശരി. നീ ഇതിന്റെ മുകളിലോട്ടും ഉണ്ട് കേട്ടോ. ഓ അത് ശരി, കൊള്ളാലോ. ഇവിടെ ഈ ഒരു ഏരിയയിലുള്ള ഏക സെലിബ്രിറ്റി ചേച്ചി മാത്രമാണോ? അതെ അല്ലേ? അതുകൊണ്ട് അല്ല ഞാൻ ഇവരൊക്കെ വന്നിരുന്നോ കയറി താമസത്തിനൊക്കെ? പിന്നെ എല്ലാരും വന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ടെറസിലേക്ക് പോകുന്നു. ടെറസില് ഇത് ആക്ച്വലി ചേച്ചി ഇത് എത്ര ഏക്കറാ? അല്ല ഒരു 15 ഏക്കർ വരും. 10 സെന്റില് പ്രധാനപ്പെട്ട ബെഡ്റൂമുകളൊന്നും നമ്മൾ കണ്ടില്ല. നമുക്ക് കാണാം. അങ്ങനെ മുകളിലുള്ള 2 ബെഡ്റൂമുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അല്ല രണ്ടാമത്തെ ബെഡ്റൂം. അതെ, ഇവിടെയാണ് ചേച്ചി കിടക്കാറുള്ളത്. ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് ഈ മാഡം കിടക്കുന്നത്. യെസ്, ഇവിടെയാണ് നമ്മൾ പറഞ്ഞ റിക്വയർമെന്റുകളൊക്കെ ഉള്ളത്. വലിയ ജനല് വേണം. അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ? അതിങ്ങനെ നമ്മള് മഴക്കാലം വരികയാണല്ലോ, ഇടിവിട്ടുമ്പോ ഞാൻ പതുക്കെ അടച്ചിടും. അല്ലെങ്കിൽ ആ കട്ടിലേക്ക് കിടന്ന് എനിക്ക് മഴ പെയ്യുന്നത് കണ്ട് ചായ ഒക്കെ കുടിച്ച് ഇവിടെ കിടക്കണം. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ചെയ്തോ? അതോ മഴക്കാലം വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്.